കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ച. ഖാർഗെയുടെ വസതിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ തുടരുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച അധ്യക്ഷന് മല്ലികാർജുന് ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാല്, വി.ഡി. സതീശന്, രമേശ് ചെന്നിത്തല എന്നീ 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണും. മൂവരുടെയും നിലപാടുകള് ഖാർഗെ നേരിട്ട് ചോദിച്ചറിയും. കൂടാതെ കെ.പി.സി.സി. നേതൃത്വത്തിന്റെ താൽപര്യം വ്യക്തമാക്കാന് സണ്ണി ജോസഫുമായും അദ്ദേഹം സംസാരിക്കും. അതേസമയം അടുത്ത മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തില് ഉടന് തീരുമാനമുണ്ടാകുമെന്ന് കെ.പി.സി.സി. അധ്യക്ഷന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഇന്ന് നടക്കുന്ന നിർണായക യോഗങ്ങൾക്ക് ശേഷം പാർട്ടി ഒരു സമവായത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം എ.ഐ.സി.സി. നടത്തുമെന്നും യാതൊരുവിധ പരസ്യ പ്രതിഷേധങ്ങളും പാടില്ലെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ സാഹചര്യത്തില് ഭൂരിപക്ഷം എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണെന്നാണ് സൂചന. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാല് മുന്നണിയിലെ ഘടകകക്ഷികള് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നുവെന്നതും സീനിയോറിറ്റി പരിഗണിക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ അവകാശവാദവും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 99% സാധ്യതയും തങ്ങൾക്കാണെന്ന് കെ.സി. വേണുഗോപാല് പക്ഷം അവകാശപ്പെടുന്നു. സ്ഥാനാർത്ഥിത്വത്തില് നിന്ന് പിന്മാറില്ലെന്ന സന്ദേശം അവര് ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയെയും ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. കെ.സി. വേണുഗോപാല് മുഖ്യമന്ത്രിയായാല് വരുന്ന ഉപതിരഞ്ഞെടുപ്പില് തിരിച്ചടിയുണ്ടാകില്ലെന്നും 6 മാസത്തിനുള്ളില് മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കാനാകുമെന്നും ഇവര് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി. കൂടാതെ സതീശന് അനുകൂലികള് കെ.സിയുടെ ഫ്ലക്സ് കീറിയതും അതിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ ചിത്രം അപമാനിക്കപ്പെട്ടതും ഹൈക്കമാൻഡിന് മുന്നില് വലിയ ആയുധമാക്കാനാണ് ഇവരുടെ നീക്കം. മറുഭാഗത്ത് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കില് മന്ത്രിസഭയിലേക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് വി.ഡി. സതീശന്. എം.എൽ.എമാരുടെ എണ്ണം മാത്രം നോക്കാതെ മുന്നണി മര്യാദകളും ഘടകകക്ഷികളുടെ അഭിപ്രായവും പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടും. പാർട്ടി അച്ചടക്കം പാലിച്ച് തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് രമേശ് ചെന്നിത്തല പക്ഷം വ്യക്തമാക്കുന്നത്. പ്രകടനങ്ങളോ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുള്ള സമ്മർദ്ദതന്ത്രങ്ങളോ തങ്ങള് പയറ്റിയിട്ടില്ലെന്നും ഈ അച്ചടക്കം ഹൈക്കമാൻഡ് കണക്കിലെടുക്കണമെന്നും ചെന്നിത്തല വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി വിലക്ക് ലംഘിച്ച് പ്രകടനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാന് ഖാർഗെ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്നത് ആര് ചെയ്താലും അംഗീകരിക്കില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഡൽഹി കേരള ഹൌസില് വി.ഡി. സതീശന് നൽകിയ സ്വീകരണവും സണ്ണി ജോസഫിനെതിരെ ഉയർന്ന മുദ്രാവാക്യങ്ങളും കോൺഗ്രസ് നേതൃത്വത്തില് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. N.SUവിന്റെയും ടീം ജെൻസിയുടെയും പേരില് നടന്ന പരിപാടിയില് ലീഗ് എം.എസ്.എഫ്. പ്രവർത്തകര് പങ്കെടുത്തത് വിവാദമായി. എന്നാൽ പരിപാടിയുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് എം.എസ്.എഫ്. നേതൃത്വം വിശദീകരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 99% സാധ്യതയും തങ്ങൾക്കാണെന്ന് കെ.സി. വേണുഗോപാല് പക്ഷം അവകാശപ്പെടുമ്പോള് മുതിർന്ന നേതാക്കളായ പി.ജെ. കുര്യനും പഴകുളം മധുവും അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തി. കെ.സിയെ വ്യക്തിപരമായി ആക്രമിക്കാന് അനുവദിക്കില്ലെന്നും അക്രമികളെ നിയന്ത്രിക്കാന് സതീശന് തയ്യാറാകണമെന്നും പഴകുളം മധു ആവശ്യപ്പെട്ടു. എത്ര ഉപതിരഞ്ഞെടുപ്പുകളെ നേരിടാനും പാർട്ടിക്ക് കരുത്തുണ്ടെന്ന് പി.ജെ. കുര്യന് വ്യക്തമാക്കി. ഫ്ലക്സ് കീറലും മഷിയൊഴിക്കലും വെറും സമ്മർദ്ദതന്ത്രങ്ങള് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് വി.ഡി. സതീശന് അനുകൂല പ്രകടനത്തിനിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം കീറിയെറിഞ്ഞത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സ് കീറാനുള്ള ശ്രമത്തിനിടെയാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രവും വികലമാക്കിയത്. സംഭവത്തെ രാജ്മോഹന് ഉണ്ണിത്താന് രൂക്ഷമായി വിമർശിച്ചു. ഉമ്മൻചാണ്ടിയുടെ ചിത്രം കോൺഗ്രസുകാര് കീറില്ലെന്നും മദ്യപിച്ചെത്തിയ ആരെങ്കിലും ആവേശത്തിനിടയില് ചെയ്തതാകാം ഇതെന്നും ചാണ്ടി ഉമ്മന് പ്രതികരിച്ചു. സംഭവം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് ടി. സിദ്ദീഖും വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഗ്രൂപ്പ് പോര് തെരുവിലെത്തിയതോടെ കേരളത്തിലെ കോൺഗ്രസില് അസ്വസ്ഥത പുകയുകയാണ്. എം.എൽ.എമാരുടെ പിന്തുണ കെ.സിക്കാണെങ്കിലും ഘടകകക്ഷികള് സതീശനെ തുണയ്ക്കുന്നതും ചെന്നിത്തലയുടെ സീനിയോറിറ്റി വാദവും ഹൈക്കമാൻഡിന് മുന്നില് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.